ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളും ചെറിയപ്പെടുമാറാകട്ടെ. ആമീൻ. JC വിശുദ്ധ ഗ്രന്ഥ വായന സമൂഹത്തിൽ ഇന്ന് പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ആസ്പദമാക്കിയുള്ള ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെയുള്ളതായ ഭാഗങ്ങളിൽ കർത്തൃപ്രാർത്ഥന സംബന്ധിച്ച് ഉള്ളതായ പ്രതിപാദ്യ വിഷയമാണ് നാം കാണുന്നത്. കർത്തൃപ്രാർത്ഥന നാം ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ചില സ്പഷ്ടമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 11 മുതലുള്ളതായ വാക്യങ്ങൾ 15 വരെ ഈ കർത്തൃപ്രാർത്ഥനയുടെ വിവരണങ്ങളാണ് കർത്താവ് നൽകുന്നത്. ഒന്നാമതായിട്ട് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് രണ്ടായിട്ടാണ് രണ്ട് സുവിശേഷകരും പറയുന്നത്. മത്തായി ശ്ലീഹ ഗിരിപ്രഭാഷണത്തിൻ്റെ തുടർച്ചയായിട്ട് അതേക്കുറിച്ച് പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് ശിഷ്യന്മാരിൽ ഒരാൾ കർത്താവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. കർത്താവ് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ഒരാൾ വന്ന് കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമേ. അവിടെ ഒരു വിശേഷണമുണ്ട്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്നുള്ളതായ ഒരു അപേക്ഷയാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ പശ്ചാത്തലങ്ങൾ രണ്ടായിട്ടാണ്. അത് വൈരുദ്ധ്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല, രണ്ട് വിവരണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും. അവിടെ കർത്താവ് അതിന് പ്രതികരണം നടത്തുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ. 2-ാം വാക്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ഈ ഭാഗം നമ്മളെ ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിൾ സൊസൈറ്റി പരിഭാഷയിലേക്ക് നോക്കാം. അവിടെ ഇത് തന്നെയാണ് പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്നുള്ളത് സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് POC ബൈബിളിലേക്ക് നോക്കാം. POC ബൈബിളിൽ 2-ാം വാക്യം വരുമ്പോൾ, പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാകപ്പെടണമേ എന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്നുള്ള ആ വിശേഷണം വിട്ടിരിക്കുകയാണ് POC ബൈബിൾ. ഇപ്പൊ നമുക്കറിയാം, ഈ കൃത്യതയിൽ മാനസ്ക്രിപ്റ്റുകളിൽ ചില വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇപ്രകാരമെല്ലാം വരുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇടുന്നത് എല്ലാ പ്രാചീന കയ്യെഴുത്ത് പ്രതികളിലും ഇല്ലാത്തത് എന്നുള്ള സൂചനയാണ്.
POCയിൽ അത് ഉപേക്ഷിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഫുട് നോട്ടിൽ പറയുന്നുണ്ട്, ചില പുരാതന പ്രതികളിൽ അങ്ങനെ കാണുന്നില്ല. കർത്തൃപ്രാർത്ഥനയുടെ ഹ്രസ്വരൂപമാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ വ്യത്യാസങ്ങൾ നാം കാണുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ സുറിയാനിയിലേക്ക് നോക്കേണ്ടതായിട്ടിരിക്കുന്നു. സുറിയാനി ബൈബിളിൽ ഈ ഭാഗം പറയുന്നത് ആബൂൻ ദ ബഷ്മായോ നെത്ഖാദാശ്മോക്. ആബൂൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ ഫാദർ, അവർ ലോഡ്. ദ ബഷ്മായോ ഇൻ ഹെവൻ ഓർ ഇൻ സ്കൈസ് എന്നും അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഇൻ ഹെവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവർ ഫാദർ ദാറ്റ് ഈസ് ഇൻ ഹെവൻ. നെത്ഖാദാശ്മോക്. സ്മോക്ക് എന്ന് പറയുമ്പോൾ യുവർ നെയിം. നെത്ഖാദാസ്, ബി സാങ്ക്ടിഫൈഡ്. അപ്പോൾ ഇത് സുറിയാനി മൂലത്തിൽ കൃത്യമായിട്ട് അത് ബ്രാക്കറ്റിലൊന്നും അല്ലാതെ കൃത്യമായിട്ട് സുറിയാനി പൈതൃകത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തന്നെയാണ് അവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ഇനിയും വ്യത്യാസമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നത് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സുറിയാനി വാക്ക് യൗമോനോ, ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിലും മറ്റു പുസ്തകങ്ങളിലുമെല്ലാം പറയുന്നത് ദിനം തോറും ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം തരണമേ എന്നാണ്. ദിനം തോറും, അതായത് എന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ എന്നാണ്. പഴയ പരിഭാഷയിൽ അതേക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ എന്നാണ് അവിടെ നാം കാണുന്നത്. ഇനി നമുക്ക് POCയിലേക്ക് വരുമ്പോൾ അന്നന്ന് വേണ്ട ആഹാരം അനുദിനം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. ഇതിലെല്ലാം ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ആ ഇംപെർഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ അപ്പം എന്നും ആഹാരം എന്നും പറയുന്നതിന് സുറിയാനിയിൽ 2 വ്യത്യസ്ത വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സുറിയാനി ഹബ്ലാൻ ലഹ്മോദ് സുൻകോനാൻ കുല്യൂം, അവിടെ ഇന്നെന്നുള്ളതിന് പകരം കുല്യൂം എന്നൊരു പദം കാണുന്നുണ്ട്. അതായത് ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസത്തിൽ കുല്യൂം ദിനം തോറും എന്നുള്ള അർത്ഥം. പക്ഷെ ലഹ്മോ എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലഹ്മോ എന്നാൽ അത് കൗദാശിക പ്രാധാന്യമുള്ള വാക്കാണ്. അതായത് പുളിപ്പുള്ള അപ്പം, ജീവനുള്ള അപ്പം എന്നുള്ള അർത്ഥം വരും. ആഹാരം എന്നുള്ളതിന് സുറിയാനിയിൽ മേക്കുൽത്തോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദൈനംതോറുമുള്ള ദൈനംദിന ശാരീരിക ആവശ്യമാണ്. സുറിയാനി പുസ്തകത്തിൽ നമ്മുടെ മേക്കുൽത്തോ എന്നല്ല ഉപയോഗിക്കുന്നത്, ലഹ്മോ എന്നാണ്. പുളിപ്പുള്ള അപ്പം, ജീവനുള്ള അപ്പം എന്നുള്ള അർത്ഥത്തിലാണ് നാം അവിടെ കാണേണ്ടത്. ഇനി നമ്മൾ 4-ാമത്തെ വാക്യത്തിന്റെ അന്ത്യത്തിലേക്ക് പോയാൽ ബൈബിൾ സൊസൈറ്റി പരിഭാഷയിൽ വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. POC ബൈബിളിലേക്ക് പോയാൽ ആ വാക്യം ഇല്ല.
എന്നാൽ അതിനവർ ഫുട് നോട്ട് കൊടുത്തിരിക്കുന്നത് ഹ്രസ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ സുറിയാനി ബൈബിളിലെ അങ്ങനെയല്ല. ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് പോലെയാണ് സുറിയാനിയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏലോ ഫ്രുഖാൻ മെൻ ബീശോ, ബീശോ എന്ന് പറയുമ്പോൾ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന അർത്ഥം സുറിയാനിയിൽ ഒറിജിനലിലുണ്ട്. അത് ബൈബിൾ സൊസൈറ്റി പരിഭാഷയിൽ കാണുന്നത് പോലെ ബ്രാക്കറ്റിലുമല്ല ഉപേക്ഷിക്കുകയുമല്ല ചെയ്തിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്തൃപ്രാർത്ഥന കൃത്യമായിട്ട് അവിടെ ചേർത്തിട്ടുണ്ട്. എന്നാൽ സുറിയാനി പുസ്തകത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഒരു വ്യത്യാസം, ഇവിടെയുള്ള ആ മഹത്വീകരണത്തിന്റെ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു എന്നുള്ള ഒരു ഭാഗം മാത്രമേ സുറിയാനി പുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ചേർക്കാതെ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ പരിഭാഷാ സംബന്ധമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള സുറിയാനി ഭാഷയിലുള്ള പുസ്തകവുമായിട്ട് നാം താരതമ്യപ്പെടുത്തുമ്പോൾ കാണുന്ന ശക്തമായ വ്യത്യാസമാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നാം ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം കർത്താവ് 5-ാം വാക്യം തൊട്ട് പറയുന്നുണ്ട്. ഞാനതേക്കുറിച്ച് കൂടുതൽ ദീർഘമായിട്ട് വിശദീകരിക്കുന്നില്ല. കാരണം അവിടെ പറയുമ്പോൾ ഒരു മനുഷ്യൻ മക്കളുമായിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് വേണ്ടി അയൽവാസികൾ ഒരാൾക്ക് അവിചാരിതമായ ആവശ്യം വന്നപ്പോൾ ചെന്ന് ചോദിക്കുകയും ആ നിർബന്ധപൂർവമായിട്ടുള്ള അപേക്ഷ കൊണ്ട് ലഭിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ളതായ സൂചനയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു മാനദണ്ഡമായിട്ട് കർത്താവ് ഇവിടെ ഉന്നയിക്കുന്ന ഒരു മാതൃക, ഒരു ഉദാഹരണമാണ്, ഒരു ഉപമയാണ്. അതായത് നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്, മടി കൂടാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതായ ചിന്ത അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് യാചിപ്പീൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, 9-ാം വാക്യത്തിൽ മുട്ടുവീൻ നിങ്ങൾക്കായി തുറക്കപ്പെടും, യാചിക്കുന്ന ഏവനും പ്രാപിക്കും. ഇങ്ങനെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കണ്ട കാര്യങ്ങളുടെ ഒരു വിവരണം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 13-ാം വാക്യം സർവപ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ വേദപുസ്തക പഠനത്തിലും പ്രാർത്ഥനയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. 12-ാം വാക്യം, തിന്മപ്പെട്ടവരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ തന്നോട് അപേക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും. അപ്പോൾ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രമുഖമായ വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ലഭിക്കുക, ദൈവത്തിൻ്റെ വഴിനടപ്പ് നമ്മളുണ്ടാകുക. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ ആദ്യ ഭാഗത്ത് 9-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാ നടത്തിപ്പിന് വേണ്ടി സ്ഥിരതയുള്ള ആത്മാവ് നമ്മിൽ വസിച്ചിട്ട് ആ പരിശുദ്ധാത്മാ പ്രചോദിതമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ആ ആഗ്രഹം പലപ്പോഴും നമ്മിൽ നിന്ന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് നാം ആ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതായ കാര്യം. തുടർന്ന് 14-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് ഒരു പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ സൗഖ്യം നൽകി, ഭൂതം പുറത്തായി. അതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾ
പുരുഷാരം അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറയുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ബേൽസബൂബ് ആരാണ്? സാത്താൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ ബേൽസബൂബ് എന്ന വാക്കിന്റെ അർത്ഥം ഈച്ചകളുടെ നാഥൻ എന്നാണ്. ഇത് ഒരു ആരാധനാമൂർത്തിയായി ചില ജനസമൂഹങ്ങൾ കാണുന്ന ഒരു പ്രതിമയാണ്. അതായത് ഒരു വിഗ്രഹമുണ്ടാക്കി, സാത്താന്റെ ഒരു വിഗ്രഹമുണ്ടാക്കി ആരാധിക്കുകയും അങ്ങനെ ആ ആരാധിക്കുന്ന സാത്താന്റെ പ്രതിമയോടെ അവജ്ഞയോടെ വിളിക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് ബേൽസബൂബ്. അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞ ഈച്ചകളുടെ തമ്പുരാൻ. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ നമുക്ക് ഇതിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ മട്ടുപ്പാവിൽ നിന്ന് വീണ കിടപ്പിലായ അഹസ്യ രാജാവ് രോഗസൗഖ്യത്തിന് വേണ്ടി ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതായിട്ട് മുൻ പറഞ്ഞ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇസ്രായേലിലെ ചിലരുടെയൊക്കെ വീഴ്ചയുടെ മുഖാന്തരമായിട്ട്, അതുപോലെ പൈശാചിക ആരാധനയുടെ ഒരു കേന്ദ്രമായിട്ടൊക്കെ പറയുന്നത് കൊണ്ട് സാത്താന്റെ മറ്റൊരു പേരാണ്, പക്ഷെ അത് അവജ്ഞയോടുകൂടി പറയുന്ന പേരാണ് എന്ന് നാം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ബേൽസബൂബിനെ കൊണ്ടാണ് പുറത്താക്കുന്നതെങ്കിൽ കർത്താവ് പറയുക, നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് പുറത്താക്കുന്നത്? മുമ്പ് നമ്മൾ കണ്ടു, കർത്താവ് 70 പേരെ പറഞ്ഞയച്ചപ്പോൾ അവർ തിരിച്ചു വന്ന് പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, പിശാചുക്കളെ പുറത്താക്കി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം തൻ്റെ ശ്രോതാക്കൾക്കറിയാം. കർത്താവിനോട് നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് പുറത്താക്കിയത് എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഇനി അത് തുടർന്നിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, കർത്താവ് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ അമ്മയെ കുറിച്ചുള്ള ഒരു പ്രസ്താവന 27-ാമത്തെ വാക്യം. താനിവ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ശബ്ദമുയർത്തി തന്നോട് വിളിച്ചു പറഞ്ഞു, അങ്ങേ വഹിച്ച ഉദരവും അങ്ങേ കുടിപ്പിച്ച മുലകളും ഭാഗ്യമുള്ളവ. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച്, ഭാഗ്യത്തെ സംബന്ധിച്ച് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഭൗതിക ഭാഗ്യങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, അത് ഒരു വശമാണ്. അതോടൊപ്പം താൻ അവളോട് ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവർക്ക് ഭാഗ്യമെന്ന് പറഞ്ഞു. ദൈവവചനം കേട്ട് പാലിക്കുക എന്ന് പറയുന്നത് ഒരു ആത്മീക സുഹൃതമാണ്. ലോകത്തിൽ ഭൗതികമായിട്ടുള്ള അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭൗതിക സുഹൃതത്തിന്റെ പ്രതിഫലമാണ്. അപ്പോൾ വിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ലഭിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചില പ്രൊട്ടസ്റ്റന്റുകാര് ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നത് പോലെ ആ സത്യത്തെ മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. ഈ പഴയ ബൈബിൾ സൊസൈറ്റി പരിഭാഷയിൽ കർത്താവ് പറഞ്ഞതായിട്ട് അല്ല എന്നുകൂടെ ചേർത്തിട്ട് ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ എന്നുള്ളവർ അല്ല എന്ന് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സുറിയാനിയിൽ അല്ല എന്ന ഒരു വാക്യമില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് കണിയാമ്പറമ്പിലച്ചൻ ഇത് പറയുന്നത്. മറ്റേതിനെ, അതായത് ഭൗതികമായ സുഹൃതത്തിന്റെ ഭാഗ്യാവസ്ഥയെ കർത്താവ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല.
അതിനേക്കാൾ മഹത്തരമായിട്ടുള്ളത് ആത്മികമായ ഭാഗ്യാവസ്ഥയാണ്. ദൈവമാതാവായ മറിയാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഭാഗ്യങ്ങൾക്കും അർഹത നേടിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് മാതാവിൻ്റെ പെരുന്നാളുകളിലെ വായനയ്ക്കായിട്ട് ഈ ഭാഗവും പലപ്പോഴും വേദവായനക്കുറിപ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മാതാവിൻ്റെ ഒരു ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇനി നമുക്ക് 34-ാം വാക്യത്തിൽ നിന്റെ കണ്ണാകുന്നു നിന്റെ ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. അപ്പോൾ ഇത് കാഴ്ചശക്തി, ഭൗതികമായ കാഴ്ചശക്തിയെ സംബന്ധിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. ഇതൊരു പഴയ നിയമ ഒരു ചിന്താഗതിയുണ്ട്. അതായത് നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ കണ്ട് ഗ്രഹിച്ചാണ് നമ്മുടെ ജീവിത ശൈലി രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പോൾ ആ കണ്ണ് നല്ലതാണ് എങ്കിൽ, നന്മയുള്ളതാണ് എങ്കിൽ നന്മകളെ കാണുവാൻ നമുക്ക് സാധിക്കും. ആ നന്മകളെ കാണുന്നത് കൊണ്ട് നമ്മുടെ ജീവിതവും ഭൗതികമായിട്ടുള്ളതുമൊക്കെ കൂടുതൽ ആത്മീകമായി ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്നത് 37-ാമത്തെ വാക്യത്തിലുള്ളിടത്ത് കാണുന്നത് ഒരു പരീശന്റെ ഭവനത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഭാഗമാണ്. അവിടെ കർത്താവ് പരീശന്മാരുടെ രീതി അനുസരിച്ച് ഭക്ഷണത്തിന് മുമ്പ് കുളിക്കുന്നില്ല. അപ്പോൾ കർത്താവ് അതേക്കുറിച്ച് അവരുടെ പരാമർശനം കേട്ടിട്ട് പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ പുറം മാത്രം വൃത്തിയാക്കിയാൽ പോരാ, അകം വൃത്തിയാകണം. അതുപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കല്ലറ ഉണ്ട് എങ്കിൽ ആ കല്ലറയിൽ കൂടെ നടക്കുവാനും കല്ലറയെ സ്പർശിക്കുവാനും ഒക്കെ ഇടയാകും. മോശെയ നിയമം അനുസരിച്ച് ശവത്തെയോ കല്ലറയോ സ്പർശിക്കുന്നവൻ അശുദ്ധമാകും. അപ്പോൾ ഈ അശുദ്ധിയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകൾ പോലും അറിയപ്പെടാത്ത കല്ലറകളെ സ്പർശിക്കുന്നതായിട്ടും എന്നിട്ട് അവർ അശുദ്ധിയിലല്ലാതെ ജീവിക്കുന്നതായിട്ടും അവിടെ പറയേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് അവിടെ ഉദാഹരണം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 42-ാം വാക്യത്തിൽ നിങ്ങൾ സകലത്തിലും ദശാംശം കൊടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നീതിയും ദൈവസ്നേഹവും നിങ്ങൾ ലംഘിക്കുന്നു. അനുഷ്ഠിക്കേണ്ടതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും മറ്റുള്ളതിനെ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതായത് ദശാംശം കൊടുക്കണം, പക്ഷേ നീതിയും അതുപോലെ തന്നെ സുഹൃതങ്ങളും നാം ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണം. ബാഹ്യമായ അനുഷ്ഠാനങ്ങളും കുളികളും കഴുകലുകളും അതുപോലെ ശവത്തെ സ്പർശിക്കുന്നതും കല്ലറയെ തൊടുന്നതും ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളെല്ലാം പാലിക്കുന്നതോടൊപ്പം തന്നെ നീതിയെയും ദൈവസ്നേഹത്തെയും ലംഘിക്കുന്നതാണ് കൂടുതൽ കുറ്റകരം എന്ന് കർത്താവ് വ്യക്തമായിട്ട് പരീശന്മാരെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പരിഭാഷാപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം ബൈബിൾ സൊസൈറ്റിയുടെ ഭാഗം വായിക്കാം. അവൻ അവിടം വിട്ടു പോകുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തികം വിഷമിപ്പിക്കുവാനും, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം, വിഷമിപ്പിക്കുവാനും അവൻ്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനെ കുറിച്ച്
കുടുക്ക് ചോദ്യം ചോദിപ്പാനും തുടങ്ങി. വല്ലാത്ത ഒരു പരിഭാഷയാണ്. എന്നാൽ കർത്താവിനെ വിഷമിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. കൃത്യമായി സുറിയാനിയിൽ നിന്നുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. താൻ ഇവ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് സ്വപ്രന്മാർക്കും പരീശന്മാർക്കും നീരസമായി. കണ്ടോ, നീരസമായി. കർത്താവിനെ വിഷമിപ്പിക്കാനൊന്നും അവരെ കൊണ്ട് സാധിക്കത്തില്ല. അവർ കോപാവിഷ്ടരായി. അവർ കോപിഷ്ഠരാകുകയാണ്. തന്നെ വാക്കുകളിൽ കൊടുക്കുവാൻ തുടങ്ങി. തന്നെക്കുറിച്ച് ഏഷണി പറയുവാൻ വേണ്ടി തൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും പിടിച്ചെടുക്കേണ്ടതിന് പല വിധത്തിൽ വഞ്ചനയായി പെരുമാറി. ഇത്ര കൃത്യമായ കാര്യമാണ് പഴയ പരിഭാഷയിൽ വികലമായിട്ട് കിടക്കുന്നത്. ഇത് നാം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.